എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 18-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകിയിട്ടുള്ള വയനാട് ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ. ഫേസ് 1-ൽപ്പെട്ട വീടിന്റെ മേൽക്കൂരക്കാണ് വിള്ളൽ. തനിക്ക് ലഭിച്ച വീട്ടിലെ മേൽക്കൂരയിൽ വിള്ളലുണ്ടായി മഴവെള്ളം ചോർന്ന് ഇറങ്ങിയതായി ചൂരൽമല സ്വദേശി നൗഫൽ പറഞ്ഞു. ഫേസ് 1-ലെ A8 എന്ന വീട്ടിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ഇങ്ങനെ വിള്ളൽ കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇവരോട് കാര്യങ്ങൾ പറയുമ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. രണ്ടാഴ്ചയായി ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ട്. മഴ പെയ്തപ്പോൾ സ്ലാബിൽ വെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് ലീക്കുണ്ടായി. വെള്ളത്തിന്റെ കിനിവോ പ്ലാസ്റ്റർ പൊട്ടിയതോ ഒന്നുമല്ല, സ്ലാബ് തന്നെ പൊട്ടിയതാണ്. അല്ലെങ്കിൽ പ്ലാസ്റ്ററിലൂടെ വെള്ളത്തിന്റെ കിനിവ് വരില്ല. സ്ലാബ് പൊട്ടിയത് കൊണ്ട് കിനിവ് നേരിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ തന്നെ ഇങ്ങനെയാണ് എങ്കിൽ നമ്മൾ താമസം തുടങ്ങിയാൽ എന്താകും അവസ്ഥ? ഒന്നും പറയാനാകില്ല. അത് കണ്ടിട്ട് നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് എന്നും നൗഫൽ പറഞ്ഞു. അതേസമയം വീടിന്റെ മേൽക്കൂരയിൽ ഉണ്ടായതിൽ വിള്ളൽ എന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഊരാളുങ്കൽ ടൗൺഷിപ്പ് CEO അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞു. 178 വീടുകളാണ് മാർച്ച് 1-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. 1.5 മാസം കഴിയുമ്പോഴും 40 വീടുകളാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 178 വീടുകളിലും വിഷുവിന് മുമ്പ് താമസം തുടങ്ങാനാകുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് ഉറപ്പ് നൽകിയത്. എന്നാൽ നിലവിലെ അവസ്ഥയിൽ 5-6 മാസം എടുക്കും എന്നുള്ളതാണ് അറിയുന്ന വിവരങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗതാഗത നിയമലംഘനത്തിന് കേരളത്തിൽ ചുമത്തിയ ചലാനുകളുടെ ഫൈൻ 50% കുറവോടുകൂടി അടക്കാൻ കഴിയുന്ന ആംനസ്റ്റി സ്കീം 30-ന് അവസാനിക്കും. 31/12/2024 മുമ്പ് മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും ചുമത്തിയിട്ടുള്ള ചലാനുകൾക്കാണ് ഇത്തരത്തിൽ ഇളവ് ലഭിക്കുക. www.services.mvd.kerala.gov.in എന്ന പോർട്ടൽ വഴിയാണ് വാഹന ഉടമകൾക്ക് 50% ഇളവോടുകൂടി 30-ാം തീയതി വരെ ഫൈൻ അടക്കാൻ കഴിയുക. രാജ്യത്തെ 16ാമത് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ ഭവന നിർണയത്തിനും ഭവന സെൻസസിനും രാജ്യത്ത് തുടക്കമായി. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് തുടക്കമായത്. ഏപ്രിൽ 16-ാം തീയതി വ്യാഴാഴ്ച മുതൽ മെയ് 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന 30 ദിവസത്തെ തീവ്ര യജ്ഞത്തിനാണ് തുടക്കമിട്ടിട്ടുള്ളത്. ആദ്യഘട്ടം കർണാടക, ഗോവ, മിസോറാം, ഒഡീഷ, സിക്കിം, കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപ്, ആൻഡമാൻ, ഡൽഹി NDAC ഏരിയ, ഡൽഹി കന്റോൺമെന്റ് ബോർഡ് എന്നിവിടങ്ങളിലാണ് ഫീൽഡ് തല വിശദീകരണം ആരംഭിച്ചിരിക്കുന്നത്. 2-ാം ഘട്ടത്തിലാകും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ 1-ാം ഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് വിവരം. വീടുകളുടെ അവസ്ഥ, ലഭ്യമായ സൗകര്യങ്ങൾ, അതായത് ശുദ്ധജലം, വൈദ്യുതി, ശൗചാലയം, പിന്നെ വീടിന്റെ ആസ്തികൾ, വാഹനം, ഇന്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് 33 ചോദ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ ചോദിക്കുക. സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണിത്. ഉദ്യോഗസ്ഥർ മൊബൈൽ ആപ്പ് വഴിയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തുക. പൊതുജനങ്ങൾക്ക് സ്വന്തമായിട്ട് വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇത്തവണ ലഭ്യമാക്കിയിരുന്നു. ഈ സംവിധാനം ഉപയോഗിച്ചവർ തങ്ങൾക്ക് ലഭിച്ച SCID ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ കൈമാറിയാൽ മതിയാകും. സെൽഫ് എന്യൂമറേഷൻ കേരളത്തിൽ ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് അവസരം ഉള്ളത്. ഈ കാലയളവിൽ കേരളത്തിലുള്ളവർക്ക് ഓൺലൈൻ പോർട്ടൽ വഴി സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. നേരിട്ടുള്ള വിവരശേഖരണം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് കേരളത്തിൽ നടക്കുക. ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കാൻ വരുമ്പോൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാത്തവരുടേതാണ് വിവരങ്ങൾ ശേഖരിക്കുക. ചെയ്തവർ നേരത്തെ പറഞ്ഞ പോലെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള SCID മാത്രം കാണിച്ചാൽ മതിയാകും. ഇത് 1-ാം ഘട്ട കണക്കെടുപ്പാണ്. 2-ാം ഘട്ടത്തിലാണ് ജനസംഖ്യയും ജാതിയും കണക്കാക്കുക. 2-ാം ഘട്ടം 2027 ഫെബ്രുവരിയിലാണ് കേരളത്തിൽ നടക്കുക. ഇന്ന് ഏപ്രിൽ 16-ാം തീയതി കർണാടക അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിൽ സെൻസസ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുജനങ്ങൾ ജൂൺ പകുതിയോടെ മാത്രം വിവരങ്ങൾ നൽകിയാൽ മതി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെൻസസിന് വരുമ്പോൾ കൃത്യമായിട്ട് വിവരങ്ങൾ നൽകുക. സെൽഫ്
എനുമറേഷൻ നൽകാനുള്ള സമയത്ത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യുകയാണ് എങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും. സ്വന്തമായിട്ട് മൊബൈൽ ഫോണിലൂടെ അത് ചെയ്യാൻ കഴിയും. അതൊക്കെ വരുന്ന സമയത്ത് കൃത്യമായി എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. ഈ സെൻസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2011 നടന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ ഇൻഷുറൻസ് അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നത്. ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അന്നത്തിൽ നിന്നും ജീവിത ചുറ്റുപാട് ഒരുപാട് മാറിയവരിൽ ഈ സെൻസസ് പ്രകാരമുള്ള രേഖയിൽ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ സെൻസസ് നടക്കുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ഉദ്യോഗസ്ഥർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ സെൻസസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുക. അത് പ്രകാരം തന്നെയായിരിക്കും വ്യക്തിഗത ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 125 രൂപയും പവന് 1000 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,080 രൂപയും ഗ്രാമിന് 14,035 രൂപയുമായി. പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG സൗകര്യമുള്ള പ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾക്ക് പകരം PNGയിലേക്ക് മാറുന്നത് സർക്കാർ നിർബന്ധമാക്കി. മാർച്ച് 24 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾ PNG കണക്ഷനിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവരുടെ LPG വിതരണം നിർത്തലാക്കും. രാജ്യത്തുടനീളം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശൃംഖലകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വിവിധ അതോറിറ്റികളിൽ നിന്നുള്ള അനുമതികൾ, ഉയർന്ന ഫീസുകൾ എന്നിവ ഇനി മുതൽ തടസ്സമാകില്ല. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കോ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്ക് തടയാൻ കഴിയില്ല. രാജ്യം മുഴുവൻ പൈപ്പ് ലൈൻ വിതരണത്തിന് ഏകീകൃത നിയമം നിലവിൽ വരികയാണ്. LPGയെ അപേക്ഷിച്ച് PNGക്ക് 30 മുതൽ 40% വരെ ചിലവ് കുറവാണ്. സിലിണ്ടറുകൾ നിറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അധിക ചിലവുകൾ ഒഴിവാകും. ഗ്യാസ് തീർന്നു പോകുമെന്ന പേടി വേണ്ട. സിലിണ്ടർ ബുക്ക് ചെയ്യാനായി കാത്തിരിക്കേണ്ടതും ഇല്ല. തുടങ്ങിയ കാര്യങ്ങളും PNGയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമാണ്. അടുക്കളയിൽ ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കും. LPGയേക്കാൾ ശുദ്ധമായ ഇന്ധനമാണ് PNG. കേരളത്തിലേക്ക് വന്നാൽ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പ്രോജക്റ്റും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള പ്രധാന ലൈൻ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ ലൈൻ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. കൂടാതെ തമിഴ്നാട്ടിലേക്ക് നീണ്ടുപോകുന്ന കുട്ടനാട്, ബാംഗ്ലൂരു പൈപ്പ് ലൈൻ ജോലികളും അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ്. വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണിത്. ഓരോ ജില്ലകളിലേക്കും വിവിധ കമ്പനികൾക്കാണ് ഇതിന്റെ ചുമതല. കൊച്ചിയിൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും കണക്ഷൻ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്യാസ് ലഭ്യമായ ആളുകൾക്ക് ഇതിനകം ഇതിലേക്ക് മാറുന്നതിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഉടനെ നോട്ടീസ് ലഭിക്കുന്നതാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രധാന വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് വീടുകളിൽ ഉടൻ കണക്ഷനുകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് കമ്പനിക്കാണ് ഇവിടുത്തെ ചുമതല. തിരുവനന്തപുരം നഗരങ്ങളിലും കൊച്ചുവേളി പരിസരങ്ങളിലും പൈപ്പ് ലൈൻ ഇടൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുവരെ ഇത് നിർബന്ധം പറഞ്ഞിരുന്നില്ല. അപ്പോൾ കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശങ്ങളിൽ നോട്ടീസ് ലഭിക്കും. അതിലേക്ക് മാറേണ്ടി വരും, നിർബന്ധമായിട്ടും മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ LPG സിലിണ്ടർ ഒഴിവാക്കുകയും വേണ്ടി വരും, കണക്ഷൻ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ PNGയിലേക്ക് മാറണം. PNGയിലേക്ക് മാറുമ്പോൾ 30 മുതൽ 40% വരെ കിഴിവ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ 14 കിലോഗ്രാം സിലിണ്ടറിന് നമുക്ക് 1000 രൂപയോളം വില വരുന്നുണ്ട്. അതിന്റെ 40% കുറവ് വരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം 600 രൂപയോളം ചെലവിൽ നമുക്ക് ഇത്രയും ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് വിവരം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ